കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ നിന്നും 5 കിലോമീറ്റർ അകലെ മേമുണ്ടിൽ സ്ഥിതി ചെയ്യുന്ന ഹൈന്ദവ ക്ഷേത്രമാണ് ലോകനാർക്കാവ് ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ ചുമർ ചിത്രങ്ങൾ വളരെ പ്രശസ്തമാണ്. പ്രധാന പ്രതിഷ്ഠ സാക്ഷാൽ ആദിപരാശക്തിയായ ദുർഗാ ഭഗവതിയാണ്. ലോകനാർക്കാവിലമ്മ അഥവാ ലോകാംബിക എന്നാണ് ഭഗവതി അറിയപ്പെടുന്നത്. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി ഭാവങ്ങളിൽ ആരാധിക്കപ്പെടുന്നു. തൊട്ടടുത്തായി വിഷ്ണുവിനും ശിവനുമായി 2 ക്ഷേത്രങ്ങളുണ്ട്. 2 ക്ഷേത്രങ്ങളും ഭഗവതി ക്ഷേത്രത്തെക്കാൾ പഴയതാണ്. നമുക്ക് വീഡിയോ അകത്ത് പോയിട്ട് എടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് അതിലെ ചിത്രങ്ങളൊന്നും കാണാൻ പറ്റിയില്ല, വീഡിയോയിൽ കാണാൻ പറ്റിയില്ല. പക്ഷെ ഇതുവഴിയൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഇവിടെ വന്നിട്ട് ഈ ക്ഷേത്രത്തിലെ ചുമർ ചിത്രങ്ങളും എല്ലാം കാണുന്നത് വളരെ നല്ലൊരു ആസ്വാദനം തന്നെ ആയിരിക്കും. ഈ ക്ഷേത്രത്തിന് 1500 വർഷം പഴക്കമുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഉത്തരേന്ത്യയിൽ നിന്നും രത്നവ്യാപാരികളായ 500 നാഗരികർ അവരുടെ ഉപാസനമൂർത്തിയായ ദേവിയുമായി കേരളത്തിൽ എത്തിച്ചേർന്നു എന്നതാണ് ഐതിഹ്യം. പിന്നീട് അവർ വടകരയ്ക്ക് സമീപം പുതിയ പട്ടണം എന്നിടത്തെത്തി. പുതിയ പട്ടണം പിന്നീട് പുതുപ്പണം എന്നറിയപ്പെട്ടു. അവിടെ പ്രദേശവാസികളിൽ നിന്നുണ്ടായ ചില എതിർപ്പുകൾ മൂലം മേമുണ്ടയിലെ ഓലാമ്പലം എന്ന സ്ഥലത്ത് നടന്നിരുന്ന നാട്ടുകൂട്ടത്തിലെത്തി അഭയം അന്വേഷിച്ചു. ഒടുവിൽ സമീപത്തുള്ള കൊടക്കാട്ടുമലയിൽ അവർ എത്തി ദുർഗാ ഭഗവതിയെ പ്രാർത്ഥിച്ചു. ദേവി പ്രത്യക്ഷപ്പെട്ട് കൂട്ടത്തിലെ കാരണവരോട് ഒരു അമ്പെയ്യാനും അത് ചെന്ന് തറയ്ക്കുന്നിടത്ത് താൻ ഇരുന്നു കൊള്ളാമെന്നും അരുൾ ചെയ്തു. ആ അമ്പ് ഒരു മരത്തിലാണ് ചെന്ന് തറച്ചതെന്നും ആ മരമാണ് ക്ഷേത്രത്തിലെ ചൈതന്യം കുടികൊള്ളുന്ന മണിത്തൂണ് എന്നുമാണ് വിശ്വാസം. ദുർഗാ ഭഗവതിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. തച്ചോളി ഒതേനൻ ദിവസേന ഇവിടെ ആരാധിച്ചിരുന്നതായി ഐതിഹ്യമുണ്ട്. ഈ ക്ഷേത്രത്തിന് ചരിത്രപരമായ പ്രാധാന്യവും ഉണ്ട്. അരങ്ങേറ്റത്തിന് മുമ്പ് എല്ലാ കളരിപ്പയറ്റ് വിദ്യാർത്ഥികളും ഈ ക്ഷേത്രത്തിലെത്തി വണങ്ങുന്ന പതിവ് ഇന്നും നിലവിലുണ്ട്. കേരളത്തിലെ വടക്കൻ വീരഗാഥകളിലെല്ലാം ലോകനാർക്കാവ് ഭഗവതി ക്ഷേത്രം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പാട്ടുപുര ഭഗവതിയുടെ സ്തുതിഗീതം പാടാനുള്ള പാട്ടുപുര ക്ഷേത്രത്തിനു സമീപം തന്നെയുണ്ട്. ഭഗവതി ക്ഷേത്രത്തിന്റെ പണി പൂർത്തിയാകും വരെ പാട്ടുപുരയിലാണ് ദേവിയെ കുടിയിരുത്തിയത്. പ്രധാന ഉത്സവമായ പൂരത്തിന് ആറാട്ടു കഴിഞ്ഞ് പാട്ടുപുരയിലേക്ക് ദേവിയുടെ എഴുന്നള്ളത്തുണ്ട്. വിഷ്ണുമായ കൂടിയായ ഭഗവതി സഹോദര സന്ദർശനത്തിന് എത്തുന്നു എന്ന് കൂടി ഇതിനൊരു സങ്കല്പമുണ്ട്. കളത്തിലരി എന്നൊരു ചടങ്ങും ഇവിടെ നടക്കുന്നു. അതുപോലെ തന്നെ പ്രശസ്തരായ നിരവധി പേർ ലോകനാർക്കാവിലും പരിസരത്തുമായി ജന്മം കൊണ്ടിട്ടുമുണ്ട്. ലോകനാർക്കാവ് ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ അധിപരായിരുന്ന കടത്തനാട് രാജകുടുംബത്തിൽ സാഹിത്യ രംഗങ്ങളിൽ പ്രതിഭകളും ശങ്കരവർമ്മ, ഉദയവർമ്മ, കടത്തനാട്ട് ലക്ഷ്മി തമ്പുരാട്ടി ഇവരൊക്കെ സംതൃപ്ത പണ്ഡിതരായിരുന്നു. അതുപോലെ തന്നെ ലോകം, മല, ആറ്, കാവ് എന്നീ വാക്കുകളുടെ സങ്കരമായ ലോകമലയാർക്കാവ് എന്ന വാക്കിൽ നിന്നാണ് ഈ വാക്കിന്റെ ഉത്ഭവം. ഐതിഹ്യം 1500-ലധികം വർഷം മുമ്പ് കേരളത്തിലേക്ക് കുടിയേറി പാർത്ത ആര്യ ബ്രാഹ്മണരാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത്. ഇവരുടെ പിന്തുടർച്ചക്കാർക്ക് ഇന്നും ഇവിടെ പ്രത്യേക സ്ഥാനമുണ്ട്. ഇവരുടെ ഒപ്പം സ്ത്രീയുടെ രൂപത്തിൽ കുടിയേറിയ ദേവിയെ ഇവർ അമ്മയായിട്ടാണ് കാണുന്നത്. കാവിന്റെ സ്ഥാപകരുടെ ഓർമ്മയ്ക്കായി പ്രധാന കവാടത്തിന് വലതുവശത്ത് സ്ഥാപിച്ചിട്ടുള്ള പീഠത്തിൽ മടങ്ങി അവരുടെ അനുവാദം വാങ്ങിയ ശേഷം മാത്രമേ കാവിൽ പ്രവേശിക്കുവാൻ പാടുള്ളൂ എന്നാണ് ഐതിഹ്യം. സ്ഥാപകരായ ആര്യബ്രാഹ്മണരുടെ ഒപ്പം യാത്ര ചെയ്ത് അവരുടെ സന്തോഷത്തിന് മുൻതൂക്കം നൽകിയിരുന്നതായിട്ടാണ് ഐതിഹ്യം. ജാതി വ്യവസ്ഥ പ്രകാരം നാഗരികർ എന്നറിയപ്പെടുന്ന ഈ ബ്രാഹ്മണർക്ക് മുകളിൽ മലയാള ബ്രാഹ്മണർ മാത്രമാണുള്ളത്. പിൽക്കാലത്ത് നായർ സമുദായവുമായി വിവാഹബന്ധങ്ങൾ സ്വീകരിക്കുകയും നായന്മാരുടെ ആചാരങ്ങൾ സ്വീകരിക്കുകയും ചെയ്തുവെങ്കിലും നാഗരിക ബ്രാഹ്മണരുടെ ആചാരാനുഷ്ഠാനങ്ങൾ നായർ സമുദായത്തിലേതിൽ നിന്നും വ്യത്യസ്തമാണ്. മൃഗബലിയുടെ ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ നാടുവാഴികളെയും കുടുംബക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന
താമസ ശാക്തേയ പൂജകളും ഇവയ്ക്കു പകരമായി നടക്കുന്ന വാഴവെട്ടലും മദ്യം മാംസം എന്നിവയ്ക്കു പകരമായി യഥാക്രമം കരിക്ക് ധാന്യങ്ങൾ എന്നിവയുടെ വഴിപാട് സമർപ്പണവും ഈ ക്ഷേത്രത്തിൽ ഇല്ല എന്ന വസ്തുതയിൽ നിന്നു തന്നെ ഈ ക്ഷേത്രത്തിന് ആദ്യ ഉദ്ഭവത്തിലേക്ക് ചൂണ്ടുന്നു. ാർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവമാണ് 41 ദിവസം നീണ്ടു നിൽക്കുന്ന മണ്ഡല ഉത്സവം. ഈ ക്ഷേത്രത്തിൽ നാടൻ കലയായ തച്ചോളിക്കളി അവതരിപ്പിക്കാറുണ്ട്. ഉത്സവത്തിന് അവതരിപ്പിക്കുന്ന ഈ നൃത്തത്തിന് ആയോധന കലയായ കളരിപ്പയറ്റുമായി വളരെ സാമ്യമുണ്ട്. ഇന്നും കളരിപ്പയറ്റ് അഭ്യാസികൾ അരങ്ങേറ്റത്തിന് മുമ്പ് ഇവിടെ വന്ന് ലോകനാർക്കാവ് ഭഗവതിയുടെ അനുഗ്രഹം വാങ്ങുന്നു. വടക്കൻ പാട്ടിലെ വീരനായകന്മാരും നായികകളുമായി ഈ ക്ഷേത്രം ബന്ധപ്പെട്ടു കിടക്കുന്നു. വടക്കൻ പാട്ടുകളിലും അനുബന്ധ ഐതിഹ്യങ്ങളിലും പ്രത്യേകിച്ച് തച്ചോളി ഒതേനനുമായി ബന്ധപ്പെടുത്താറുണ്ടെങ്കിലും ഇവിടുത്തെ ഭക്തൻ മാത്രമായ ഒതേനു ഈ ക്ഷേത്രത്തിനു മേൽ അധികാരമോ അവകാശമോ ഇല്ല. വടക്കൻ പാട്ടുകളിലെ നായകരുടെ ആരാധനാമൂർത്തി കാളിയും ലോകനാർക്കാവിലെ പ്രതിഷ്ഠ ദുർഗയുമാണ്.